Good afternoon. Good afternoon. Good afternoon. Good afternoon, all. Good afternoon, Miss. Good afternoon, madam. സോമിനെ കാണാറില്ലല്ലോ കുറെ നാളായിട്ട്. ചെറിയൊരു ഇന്റേൺഷിപ്പ് ഉണ്ടായിരുന്നു, അതിന് പോയിരുന്നു. ഓക്കെ, നമ്മൾ ഇന്ന് റിവിഷൻ ചെയ്യാന്ന് പറഞ്ഞ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? റിവൈസ് ചെയ്യാന്ന് പറഞ്ഞ ചാപ്റ്റേഴ്സ് മൊഡ്യൂൾ 2 മൊഡ്യൂൾ 3 തുടങ്ങാന്നല്ലേ പറഞ്ഞു. മൊഡ്യൂൾ 3 സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, പിന്നെ ഏതാണ്? Administration. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ നമ്മള് ഫസ്റ്റ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നോക്കാം കേട്ടോ. ചാപ്റ്റർ റീഡ് ചെയ്തു. അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ എങ്ങനെയാണ്, സേഫ്റ്റി റിലേറ്റഡ് ടു പേഷ്യൻസ്, സേഫ്റ്റി ട്രാഫിക്, അതേപോലെ കുറച്ച് കാര്യങ്ങളാണ്, ത്രെഡ്സ് ടിപ്സ് ഒക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. തോന്നുന്നു നമ്മൾ പഠിച്ചതിലെ മൊഡ്യൂൾ 3 ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. അങ്ങനെ തന്നെ അല്ലേ നിങ്ങൾക്കും? അല്ലേ? വായിച്ചു നോക്കിയല്ല? വായിച്ചു ഷാജിറ എല്ലാവരും മ്യൂട്ടാവ്. എന്നിട്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ റീഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ചെയ്തു. എന്താണ് ചാപ്റ്റർ എടുത്തിട്ടുണ്ടല്ലോ? മോന്റെ പേരെന്താണ്? പ്രവിത. പ്രവിത. ഓക്കെ, മോനെന്താ പറഞ്ഞത്? ചാപ്റ്റർ എടുത്തിട്ടുണ്ടല്ലോ. ഇതൊരു വിഷ്ണാടാ. നമ്മൾ ആദ്യത്തെ ടൈം ഹാഫ് അവർ റിവിഷന് വേണ്ടി കൊടുക്കാന്ന് പറഞ്ഞില്ലേ? അന്ന് ക്ലാസ്സിലൊന്നും ഉണ്ടായിരുന്നില്ല മോൻ. ഓക്കെ, റിവിഷന്റെ ഭാഗമായിട്ട് നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ആണ്. ആ പോർഷൻ എല്ലാവരും റീഡ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നോ? നോക്കിയിട്ടുള്ളവരുണ്ട്, അവർക്ക് അതിന്റെ ഗുണമുണ്ടാവും. ഓക്കെ, നോക്കാത്തവര് ഇന്ന് തന്നെ എന്ത് ചെയ്യാം, ഈ ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്യാം. ചിലപ്പോൾ റെക്കോർഡ് ക്ലാസ് കാണുന്നവര് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഇന്ന് തന്നെ ഈ ചാപ്റ്റർ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ നല്ല രീതിയിൽ റിവൈസ് ചെയ്യാം. ഓക്കെ, സേഫ്റ്റി ഓരോ ക്വസ്റ്റ്യൻസ് വെച്ച് ഞാൻ റീഡ് ചെയ്യാം. ആൻസേഴ്സ് മെസ്സേജ് രൂപേണ അയച്ചാൽ മതി. ഓക്കെ, സേഫ്റ്റി മീൻസ് ടു ബി ഫ്രീ ഫ്രം ഡാഷ്. സേഫ്റ്റി മീൻസ് ടു ബി ഫ്രീ ഫ്രം ഡാഷ്. എന്താണ് ആൻസർ? ഫസ്റ്റ് ഫ്രീ ഫ്രം ഇഞ്ചുറി, ഹാം, റിസ്ക്, ഹാം. ഓക്കെ, കറക്റ്റ്. ഓക്കെ കുട്ടികളെ, വിച്ച് ഓഫ് ദ ഫോളോയിങ്, ഞാൻ താഴെ പറയുന്നതിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ ജനറൽ സേഫ്റ്റി റൂൾസ്? താഴെ പറയുന്നതിൽ ഏതാണ് ജനറൽ സേഫ്റ്റി റൂൾസിൽ വരുന്നത്? know your job absolutely, right way to do a job, be vigilant and observe equally, all of the above. Okay, all of the above പറഞ്ഞു. Okay, then അടുത്തൊരു ക്വസ്റ്റ്യൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓപ്ഷനിൽ എന്തെങ്കിലും ക്ലാരിറ്റി അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചോദിക്കാം. ടു ബി ഫിസിക്കലി ആൻഡ് ഇമോഷണലി ഫിറ്റ് ഫോർ യുവർ വർക്ക് by maintaining dash. To be physically and emotionally fit for your work by maintaining dash. ഞാൻ പറയുന്ന ഓപ്ഷൻസ് കേട്ടിട്ട് ആൻസർ പറഞ്ഞാൽ മതി. ഗുഡ് ആറ്റിറ്റ്യൂഡ്, ഗുഡ് ബിഹേവിയർ, ഗുഡ് ഹെൽത്ത് ആൻഡ് പ്രോപ്പർ ഡയറ്റ്. ഗുഡ് ആറ്റിറ്റ്യൂഡ്, ഓക്കെ, പ്രോപ്പർ ഡയറ്റ്, ഗുഡ് ഹെൽത്ത്, അത് തന്നെയാണ്. ഗുഡ് ഹെൽത്ത് ആൻഡ് പ്രോപ്പർ ഡയറ്റ്. Which of the following is the part of personal hygiene? Which of the following is the part of personal hygiene? Okay. Wash hands frequently, protection of the food from contamination, animal waste disposal, provision of healthy washing. Okay.
wash your hands frequently. Okay. The ടീച്ചർ personal. ഓപ്ഷൻ ഒന്ന് ഇട്ടോട്ടെ, അതിന് മുന്നേ ആൻസർ പറയാതെ പ്ലീസ്. Okay, okay. Wash your hands frequently. When you try to take overhead object, always use a dash. When you try to take overhead object, മുകളിലുള്ള ഒബ്ജക്റ്റ് ഒക്കെ എടുക്കുമ്പോൾ നമ്മളോട് അവരെന്താ യൂസ് ചെയ്യണമെന്ന് പറയുന്നത്? ലാഡേഴ്സ്. ഓക്കെ, ലാഡേഴ്സ് യൂസ് ചെയ്യണം. ഓക്കെ. Safety and control of the hospital. Separate entry and assist point for. ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് എൻട്രിയും അസിസ്റ്റ് പോയിന്റ്സും കൊടുക്കുന്നത്? അറിയോ? ഹോസ്പിറ്റലിൽ സെപ്പറേറ്റ് എൻട്രിയും അസിസ്റ്റ് ഉണ്ടാവും. അത് ആർക്കൊക്കെ വേണ്ടി? പേഷ്യൻസിന് ഉണ്ടാവും, അവിടുത്തെ വർക്കേഴ്സ് സ്റ്റാഫിന് ഉണ്ടാവും, ബൈസ്റ്റാൻഡേഴ്സ് വിസിറ്റേഴ്സിനും ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഓൾ ഓഫ് ദ എബോവ് കൊടുക്കുക ആൻസർ കേട്ടോ. ഇവിടെ സ്റ്റാഫ്, പേഷ്യന്റ്, വിസിറ്റേഴ്സ് ആണ്. ദെൻ ഓപ്ഷൻ, ലാസ്റ്റ് ഓപ്ഷൻ ഓൾ ഓഫ് ദ എബോവ് ആണ്. Which of the following are pedestrian traffic? താഴെ പറയുന്നതിൽ എവിടെയെല്ലാമാണ് പെഡസ്ട്രിയൻ ട്രാഫിക് വരാനുള്ള ചാൻസ്? ആർ നോട്ട്, അല്ലെങ്കിൽ വേണ്ട, ക്വസ്റ്റ്യൻ അപ്പോ വേണ്ട, വേറെ നോക്കാം കേട്ടോ. Which of the following is not correct relating to safety of electric goods? താഴെ പറയുന്നതിൽ ഏതാണ് ഇലക്ട്രിക് ഗുഡ്സിന്റെ സേഫ്റ്റി ആയിട്ട് റിലേറ്റ് ചെയ്യുന്നത്? ഓക്കെ, അനോട്ടാ പറഞ്ഞിരിക്കണേ. നിങ്ങൾ ഒരു കാര്യം ചെയ്തേ, ഏതെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഇലക്ട്രിക് ഗുഡ്സിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട സ്റ്റെപ്പുകൾ നോക്കുക. വിച്ച് ഓഫ് ദ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് കറക്റ്റ് റിലേറ്റഡ് ടു സേഫ്റ്റി ഓഫ് ഇലക്ട്രിക് ഗുഡ്സ്? ഓക്കെ, ഇലക്ട്രിക് ഗുഡ്സ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എന്തെല്ലാം സേഫ്റ്റി മെഷേഴ്സ് എടുക്കണം എന്നുള്ളത് നോക്കട്ടോ. എന്താണ്? പ്രിവെന്റ് വെറ്റ്നസ്, പിന്നെ ഒന്നും പറഞ്ഞില്ല ആരും. സ്വിച്ച് ഓഫ് ചെയ്യണം, പ്രൊട്ടക്ട്. ഓക്കെ, വയറിംഗ് അപ്ലയൻസസ്. ഓക്കെ, ഈ ഏത് പോയിന്റും ചോദിക്കാം. ഓക്കെ, പ്ലഗ്സ്. പ്ലഗ്. ഓക്കെ, ഏത് പോയിന്റും ചോദിക്കാം, നമുക്കപ്പോ അത് ആൻസർ ചെയ്യാൻ പറ്റണം. സോ എല്ലാ പോയിന്റും നന്നായിട്ട് റീഡ് ചെയ്യണം കേട്ടോ. വിച്ച് ആർ ദി വേസ് ഇൻ ഹോസ്പിറ്റൽ സഫർ ലോസ്? ഏതെല്ലാം മാർഗത്തിലൂടെയാണ് ഹോസ്പിറ്റലിൽ നഷ്ടം സംഭവിക്കാനുള്ള ചാൻസ്? വിച്ച് ആർ ദ വേസ് ടു ഇൻ ഹോസ്പിറ്റൽ സഫർ ലോസ്? പേഴ്സണൽ പ്രോപ്പർട്ടി തെഫ്റ്റ്, എംബാരസ്മെന്റ്. ഓക്കെ, ടെസ്റ്റ് നമ്മൾ ചാപ്റ്റർ നോക്കി തന്നെ പറഞ്ഞാൽ മതി. ചാപ്റ്റർ നെയിം ഒന്ന് പറയാമോ? ഓക്കെ, ചാപ്റ്റർ നെയിം സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ആണ് കേട്ടോ. അല്ല, ക്യാഷ് തെഫ്റ്റ് അതൊക്കെ എഴുതിയാണ്. ഓക്കെ, equipment theft, personal property theft, cash theft, collision equipment theft. നമ്മളുടെ എക്യുപ്മെന്റ്സ് നഷ്ടപ്പെട്ടു പോവാറില്ലേ? അപ്പൊ ഈ പോയിന്റ് ഏത് വേണമെങ്കിലും വരാം. ഓക്കെ, മാർക്ക് ചെയ്തിരിക്കുന്ന ഏത് പോയിന്റും വേണമെങ്കിലും വരാം. നമുക്കത് ശ്രദ്ധിച്ച് എന്ത് ചെയ്യാൻ ആൻസർ ചെയ്യണം കേട്ടോ. മാഡം ഇത് തിരിച്ചും ചോദിച്ചൂടെ മാഡം? ഇതെല്ലാം തന്നിട്ട് ഇത് എന്തൊക്കെയാണ് ഇതിനൊന്ന് ചോദിച്ചൂടെ? സെക്യൂരിറ്റി ഇത് ഒന്നിട്ട് പറയട്ടോ അമ്മേ. മാഡം ഇത്രയും തന്നിട്ടേ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചൂടെ മാഡം? ഇതെല്ലാം തന്നിട്ടേ ചിലപ്പം ഇത് എന്തിനു വേണ്ടി ഇത് നമ്മൾ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചൂടെ ക്വസ്റ്റ്യൻ ആയിട്ട്? ചോദിക്കാണ്. കാരണം ഗൈഡിൽ നമ്മളിപ്പോ അങ്ങനെ പഴയ കാണാപ്പാടും ഗൈഡൊക്കെ വെച്ച് പഠിക്കൂലേ? അപ്പൊ ചിലപ്പോ ആൻസർ ആയിരിക്കും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ആൻസറും ക്വസ്റ്റ്യനും മര്യാദക്ക് പഠിക്കേണ്ടി വരും. ചിലപ്പോ ആൻസർ ചോദിച്ചിട്ട് അവർ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കില്ലേ എന്നല്ലേ കേട്ടോ ചോദിച്ചേ? അങ്ങനെ ചോദിക്കാട്ടോ. നേരത്തെ ഫിഫ്ത് ബാച്ചിലൊക്കെ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞായിരുന്നു കേട്ടോ. അങ്ങനെ വരും കേട്ടോ. കാരണം ജസ്റ്റ് നമ്മള് ഗൈഡൊക്കെ ഉള്ളവർക്ക്
ഗൈഡ് നമുക്ക് പഠിക്കുന്നത് എളുപ്പമായിരിക്കും. നമുക്കറിയാം PSC എഴുതിയ കുട്ടികളായിരിക്കും. ജസ്റ്റ് ഗൈഡിലുള്ളത് അങ്ങനെ പാടെ തന്നെ ചോദിക്കണമെന്നില്ല. അതേപോലെ തന്നെ വേർഡ് ബൈ വേർഡ്, സെന്റൻസ് ബൈ സെന്റൻസ് ചോദിക്കണമെന്നില്ല. ചിലപ്പോ ആൻസർ ആയിരിക്കും ചോദിക്കുന്നത്, ചിലപ്പോൾ ക്വസ്റ്റ്യൻ എഴുതേണ്ടി വരും. ഓപ്ഷൻസ് മാറി ചോദിക്കും. അതൊക്കെ ആ ഒരു അനുസരിച്ചിരിക്കും നമ്മൾ ആൻസർ ചെയ്യുന്നതും റിലേറ്റിംഗ് ആണ്. ഓക്കെ. When connecting and disconnecting any electrical equipments, when connecting and disconnecting electrical equipments, turn on or off switch to dash position. നമ്മൾ ടേൺ ഓൺ ഓർ ഓഫ് സ്വിച്ച് എങ്ങനെയായിരിക്കണം? ഏത് പൊസിഷനിലായിരിക്കണം? ഓഫ് പൊസിഷനിലായിരിക്കണം. ഓക്കെ, കറക്റ്റ് ഓഫ് ആണ്. സോ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഇന്ന് ക്ലാസ് കഴിയുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഒന്ന് എന്ത് ചെയ്താൽ മതി, റീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, നല്ല എളുപ്പമുള്ള ചാപ്റ്റർ ആണ് അല്ലേ? ഓക്കെ, അപ്പൊ ഗൈഡ് മാത്രം പഠിക്കുന്നവരോട് പറയാണ്, ചാപ്റ്റർ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും റീഡ് ചെയ്ത് നോക്കണം. ഗൈഡ് മാത്രം, ഫുൾ ഡിപ്പെൻഡൻസ് ഓൺ ഗൈഡ് അതല്ല. നമ്മള് ഇത് കഴിഞ്ഞൊരു ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യേണ്ടവരാണ് നിങ്ങള്. സോ ആ സമയത്ത് നിങ്ങൾക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാന്ന് പറയുമ്പോൾ അത് നമ്മൾ പഠിച്ചതിന്റെ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രം പഠിച്ച പോലെ ആവും. നമ്മൾ അതിന് വേണ്ടിയിട്ടല്ല. നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ നമ്മൾ അക്യൂർ ചെയ്ത് അതെന്ത് ചെയ്യാതെ അക്യൂർ ചെയ്യാൻ നോക്കാം. മാക്സിമം നമുക്ക് ഇവിടെ നിന്ന് എന്താണോ അക്യൂർ ചെയ്യാൻ പറ്റുന്നത് മാക്സിമം അക്യൂർ ചെയ്യാനായിട്ട് നോക്കാം. നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാണ്. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നമ്മളുടെ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെഷൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് പറയുന്നത്. ഓക്കെ അല്ലെ? ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ. ഹാർട്ട് ഓഫ് മാനേജ്മെന്റ് പ്രോസസ് ചാപ്റ്ററിന് എപ്പോഴും ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്ടത്. അഡ്മിനിസ്ട്രേഷൻ അല്ലടാ. ഈ ചാപ്റ്ററിനെ എല്ലാ പ്രാവശ്യവും നമുക്ക് ക്വസ്റ്റ്യൻ കാണുകയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ കമ്പൽസറി ആയിട്ട് ഉണ്ടാവും. ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ഹാർട്ട് ഓഫ് മാനേജ്മെന്റ് പ്രോസസ് എന്നാണ്. അതങ്ങനെ എപ്പോഴും എന്താണ് പേജ് നമ്പർ എന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചേ. ഒന്ന് പേജ് നമ്പർ ഒന്ന് പറയൂ. ചാപ്റ്റർ 13 ആണ്, മൊഡ്യൂൾ 3-ലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ. നിങ്ങളേലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യോ. ഡയറക്റ്റിംഗ് ആണ് കേട്ടോ. ആരാ ആൻസർ ചെയ്തിട്ടുണ്ട്? ഹാർട്ട് ഓഫ് മാനേജ്മെന്റ്. സോറി, നോക്ക് ഇവിടെ ഒരു പോയിന്റ് ഒന്ന് വായിച്ചെല്ലാവരും ടൈം ഉണ്ടെങ്കിൽ ഒന്ന് വേഗം റീഡ് ചെയ്തേ. എന്താ ഇരിക്കണേ? ഹാർട്ട് ഓഫ് മാനേജ്മെന്റ് പ്രോസസ്. അതിനെന്താ നമ്മൾ പറയുന്നത്? ഡയറക്റ്റ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. റിവിഷൻ തുടങ്ങാം. ചാപ്റ്റർ എല്ലാവരുടെ എത്തില്ലേ? ഇല്ല. നിങ്ങളുടെ ഉണ്ടാവാനൊരു ചാപ്റ്റർ അല്ലെ ടോമിന്റെ അല്ലെ? ഈ ചാപ്റ്റർ മാത്രം മിസ്സായി പോയത് ഓർമ്മയുണ്ട് ടോമിന്? ഫോർത്ത് മൊഡ്യൂളിലായിരിക്കും. നോക്കട്ടെ. ഓക്കെ, ഫോർത്ത് മൊഡ്യൂൾ ഉണ്ടാവുന്നു. കാരണം പുതിയ സിലബസിലേക്ക് മാറിയപ്പോ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെ റിവിഷൻ തുടങ്ങിക്കോ, ഞാൻ തപ്പി പിടിച്ചെടുത്തോളാം, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ മൊഡ്യൂള് 3-ലെ നമ്മളുടെ ചാപ്റ്ററിന്റെ പേര് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. നമുക്ക് റിവൈസ് ചെയ്യാം. ഓക്കെ, എല്ലാവരും റീഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? റീഡ് ചെയ്തിട്ടില്ലെങ്കിലും ഇന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് റീഡ് ചെയ്ത് നോക്കാം. സോ which of the following is included in elements of administration? Which are the elements of administration? Which are the elements of administration? ഏതെല്ലാമാണ് അഡ്മിനിസ്ട്രേഷന്റെ എലമെന്റ്സ്? ഓക്കെ, കറക്റ്റ്. പ്ലാനിങ് ഓർഗനൈസിംഗ് സെപ്പറേറ്റ് ചെയ്ത് എഴുതിയാലും കുഴപ്പമില്ല. POSDCORB. അപ്പൊ ഇങ്ങനെ വരുമ്പോഴേ ചിലപ്പോ നമ്മൾ ഗൈഡിൽ ചിലപ്പോ ഇതിന്ന് ഇൻ POSDCORB ചിലപ്പോ D സ്റ്റാൻഡ്സ് ഫോർ എന്നായിരിക്കും ഒരു പ്രാവശ്യം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ചിലപ്പോ അടുത്ത പ്രാവശ്യം ചോദിക്കുന്നത് R സ്റ്റാൻഡ് ഫോർ എന്നായിരിക്കും. നമ്മളിപ്പോ കറക്റ്റ് ആയിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ മാത്രം കാണാപ്പാടം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടണമെന്നില്ല. അപ്പൊ ഏത് വേണമെങ്കിലും എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം അത് ഫുള്ളായിട്ട് ഇപ്പൊ
ഒരു ഫുൾ ഫോം ആണല്ലോ ഇത്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കൺട്രോൾ, സോറി, പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ്, കോർഡിനേറ്റിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ്, ബഡ്ജറ്റിംഗ്. അത് അങ്ങനെപ്പാട് തന്നെ നമ്മൾ ഫുൾ ഫോം പഠിക്കാനായിട്ട് മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യാം. കാരണം ഏത് വേണമെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ ഓൾറെഡി ഉണ്ട്. സോ അപ്പൊ ഏത് വേണമെങ്കിലും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് നന്നായിട്ട് പഠിക്കാനായിട്ട് നോക്കാം. അപ്പോ അതിന് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഡാഷ് ഇസ് ദ പ്രോസസ് ഓഫ് ഡിസൈനിങ് എ പ്ലാൻ ടു സ്പെൻഡ് മണി. ഡാഷ് ഇസ് ദ പ്രോസസ് ഓഫ് ഡിസൈനിങ് എ പ്ലാൻ ടു സ്പെൻഡ് മണി. ബഡ്ജറ്റ് എല്ലാവർക്കും അറിയാം. ബഡ്ജറ്റ് നമ്മൾ വീട്ടിലായാലും ചെറിയ ചെറിയ ബഡ്ജറ്റുകളൊക്കെ തയ്യാറാക്കാറുണ്ട്. സോ ബഡ്ജറ്റ്. ഓക്കെ, നെക്സ്റ്റ് ആണ്, ഡാഷ് ഷുഡ് ബി ദ ഹാർട്ട് ഓഫ് മാനേജ്മെന്റ്. ഞാൻ പറഞ്ഞില്ലേ ഹാർട്ട് ഓഫ് മാനേജ്മെന്റ് പ്രോസസ്. ഒന്നും കൂടി ടൈപ്പ് ചെയ്ത് അയച്ചോ, നല്ലതാ. ഹാർട്ട് ഓഫ് മാനേജ്മെന്റ് പ്രോസസ് എന്താണ്? ഡയറക്റ്റിംഗ്. എന്താണ് മാനേജ്മെന്റ് പ്രോസസ്സിന്റെ ഹാർട്ട്? അത് ഡയറക്റ്റിംഗ് ആണ്. നമ്മള് എലമെന്റ്സ് ഓഫ് മാനേജ്മെന്റ് പ്രോസസ് കഴിഞ്ഞ് പിന്നെ എടുത്തത് അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ റോളിന്റെ കാര്യമായിരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ്. വിച്ച് ആർ ദ അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്? ഏതെല്ലാമാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ റോൾസ്? വിച്ച് ആർ ദ റോൾസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ്? ഇന്റർപേഴ്സണൽ റോൾ, ഇൻഫർമേഷണൽ, അല്ല രശ്മി തെറ്റിയുടെ മാനേജിംഗ് ഫിനാൻസ് അല്ല കേട്ടോ. അടുത്തത് ഇന്റർപേഴ്സണൽ റോൾ ഒക്കെയാണ്, ഇൻഫർമേഷണൽ റോൾ ഒക്കെയാണ്. മൂന്നെണ്ണം ഉണ്ട്. ഇൻഫർമേഷണൽ കഴിഞ്ഞാൽ ഡിസിഷണൽ റോൾ ആണ് കേട്ടോ. അപ്പൊ അത് മൂന്നും തന്നിട്ട് നമുക്ക് ഓൾ ഓഫ് ദ എബോവ് തന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഏതെങ്കിലും ഓപ്ഷൻസ് മറ്റേതെങ്കിലും തന്നിട്ട് ഇതിൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ റോൾ ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്യാനായിട്ട് പറയും. ഇനി വിച്ച് ആർ ദ സ്കിൽസ് നീഡഡ് ടു be a hospital administrator? Which are the skills needed to be a hospital administrator? Technical, human, technical ഒക്കെയാണ്. ടെക്നിക്കൽ ഹ്യൂമൻ മാത്രം വരുന്നതല്ലോ. കൺസെപ്ച്വൽ. ഓക്കെ, അപ്പൊ 3 റോൾ ഉണ്ട്. ഓൾ ഓഫ് ദ എബോയിലും ക്വസ്റ്റ്യൻ വരാം, അല്ലാതെ വേറെ മറ്റേതെങ്കിലും ഓപ്ഷൻസ് ആഡ് ഓൺ ആയിട്ടും അത് നമുക്ക് സെലക്ട് ചെയ്യുന്ന രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ആണ് സിഇഒയുടെ ഫുൾ ഫോം എന്താണ്? കുറച്ച് ഫുൾ ഫോം നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാനുണ്ട്. സിഇഒ, ക്യാപിറ്റൽ ലെറ്റർ. സിഇഒയുടെ ഫുൾ ഫോം എന്താണ്? നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട്. സിഇഒ ആണ്, എന്റെ കമ്പനിയിലെ സിഇഒ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സിഇഒയുടെ ഫുൾ ഫോം എന്താണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ഓക്കെ, എല്ലാവരും ടൈപ്പ് ചെയ്യുന്നുണ്ട്. സിഇഒ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. കറക്റ്റ്. നെക്സ്റ്റ് ആണ്, നെക്സ്റ്റ് പറയാലോ, ക്യാപിറ്റൽ ലെറ്റർ COO. എന്താണ് COO? ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ. ഓക്കെ. ഇനി CFO. ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ. ഓക്കെ, കറക്റ്റ്. ഫുൾ ഫോം കഴിഞ്ഞ് നമ്മള് ക്വസ്റ്റ്യനിലേക്ക് വരാണ്. ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ കറക്റ്റ് ആണ്. What are the things a hospital administrator should oversee as a business leader? What are the things a hospital administrator should oversee as a business leader? ബിസിനസ് ലീഡർ ആയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ത് ചെയ്യേണ്ടത്? ലോങ് ടൈം പ്ലാനിങ്. അത് മാത്രമാണ് ലോങ് ടൈം പ്ലാനിങ് മാത്രമാണോ? എന്തോരം തിങ്സ് പറയുന്നുണ്ട് അവിടെ? 5 കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ?
long-term planning, operating objects and budget, systematic delivery of medical service, financial reporting, hospital policy changes. അപ്പൊ ആ 5 പോയിന്റും വരാം. അതിൽ ഏത് പോയിന്റ് വേണമെങ്കിലും വരാം. കാരണം ക്വസ്റ്റ്യൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഏത് പോയിന്റ് വേണമെങ്കിലും കൊടുക്കാം. ഓപ്ഷൻസ് മാറ്റി കൊടുക്കാനായിട്ട് പറ്റും. സോ അപ്പൊ ഓപ്ഷൻസ് മാറി വരാനും ഉള്ള ചാൻസ് ഉണ്ട്. നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ, ആൻസർ ചെയ്യാം കേട്ടോ. Okay, ini hospital administrator at larger facility may work in specific clinical areas like dash. Hospital administrators at larger facilities may work in specific clinical areas like dash. എവിടെയൊക്കെയാണ്? കാർഡിയോളജി, സർജറി, ന്യൂറോളജി, ഒബ്സ്റ്ററ്റിക്സ്, നെഫ്രോളജി. അപ്പൊ ഏത് വേണേലും വരാം കേട്ടോ. ഇവിടെ 5 എണ്ണം പറയുന്നുണ്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അറ്റ് larger facilities may work in specific clinical areas like cardiology, surgery, neurology, obstetrics, nephrology. Okay. Which of the following is included in the characteristics of effective hospital administrators? Which are the characteristics of hospital administrator? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഇല്ലേ നമുക്കില്ലേ മാനേജിങ് ഫിനാൻസിങ് ഇല്ലേ മാഡം? എന്താണ് മാനേജിങ് ഫിനാൻസസ്? ആ ക്യാരക്ടറിസ്റ്റിക്സിന്റെ കാര്യത്തിലല്ലേ പറഞ്ഞത് ടോമേ? അതെ. നമുക്ക് Which of the following includes in the responsibilities of the hospital administrator അല്ലേ? which of the following includes in the characteristics എന്നല്ലേ? സോറി കുറച്ച് മാറിപ്പോയി. അവിടുത്തെ ആ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ട്. ഓക്കെ. ഈ ക്യാരക്ടറിസ്റ്റിക്സ് ആണോ നിങ്ങള് ഇവിടെ കാണുന്നുണ്ടോ? ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ ഈ മാർക്ക് ചെയ്യുന്നേ ഫുള്ളായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതില് ഏത് പോയിന്റ് വേണമെങ്കിലും വരാം. സോ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ തന്നിരിക്കുന്ന 3 പോയിന്റ് മാത്രമാണ് വരുന്നത്, അല്ലെങ്കിൽ റൂൾസ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ് എന്നൊക്കെ പറയുമ്പോൾ ആ 3 പോയിന്റ് മാത്രമല്ലേ വരാമെന്ന് വിചാരിക്കും. അങ്ങനെയല്ല, ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ ഏത് പോയിന്റ് വേണമെങ്കിലും മാറ്റാം, ഏത് പോയിന്റ് വേണമെങ്കിലും മാറി വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് പഠിക്കുക കേട്ടോ. 8 പോയിന്റ്, അപ്പൊ അത് ഏത് വേണമെങ്കിലും വരാം. ഒന്ന് 2 പ്രാവശ്യം റീഡ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ദെൻ ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റിനെ വേറൊരു പേരും കൂടി പറയാറുണ്ട്. അതെന്താണെന്നറിയാമോ? ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റിനെ വേറൊരു പേര് പറയാറുണ്ട്. എന്താണ്? ഇൻവോയ്സ് ആണ്. ബില്ലിനെ വേറെ പേര് പറയാറുണ്ട്, അത് ഇൻവോയ്സ് ആണ്, അത് എനിക്കറിയാം. ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റിനെ വേറൊരു പേരും കൂടി പറയാറുണ്ട്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഐഡി കിടപ്പുണ്ട്. ബില്ലിംഗ് ക്ലർക്ക് എന്ന് പറയാറുണ്ട് കേട്ടോ. ബില്ലിംഗ് ക്ലർക്ക്. ഓക്കെ ഡോമേ, ബില്ലിംഗ് ക്ലർക്ക് എന്നും കൂടി പറയാറുണ്ട്. ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റിനെ മറ്റൊരു പേരാണ് എന്ത്? ബില്ലിംഗ് ക്ലർക്ക്. ഓക്കെ, ഈ സെന്റൻസ് ആണ് ക്ലർക്സ് ഓൾസോ ഓഫർ ഇമ്പോർട്ടന്റ് ഇൻസൈറ്റ്. അതാണ് അമ്പിളി എന്താണ്? ക്ലർക്സ് ഓൾസോ ഓഫർ ഇമ്പോർട്ടന്റ് ഇൻസൈറ്റ്. ക്ലർക്ക് ബില്ലിംഗ് ക്ലർക്ക് എന്നോ ക്ലർക്ക്, അത് ഇതിലിങ്ങനെ പറയുന്നില്ലെങ്കിലും ശരിക്കും അതിന്റെ ആൻസർ ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ മറ്റൊരു പേര് ക്ലർക്ക് എന്നും കൂടിയാണ് കേട്ടോ. ബില്ലിംഗ് ക്ലർക്ക് അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ഐഡി കണ്ടു. അങ്ങനെ നിങ്ങളുടെ ഭാഗ്യത്തിന് ആ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലോ? ഓക്കെ, അങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടോ ഈ ഒരു ചാപ്റ്ററില്? നിങ്ങൾ നോക്കിയോ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററില് കണ്ടോ അത്? ഇല്ല, കണ്ടില്ല. ഞാൻ കണ്ടത് പുതിയ വേർഷൻ ആയിരിക്കും. ഓക്കെ, കുഴപ്പമില്ല. അത് ഇത് ബില്ലിംഗ് ക്ലർക്സ് പ്രൊവൈഡ് വാല്യുബിൾ സപ്പോർട്ട് ഇൻ ദാറ്റ് ദേ സപ്പോർട്ട്. അവിടെ ഉണ്ടല്ലോ ബില്ലിംഗ് ക്ലർക്സ്.
അതാണോ? അങ്ങനെ ഒരു സെന്റൻസ് ഉണ്ട് അവിടെ. അങ്ങനെ അത് പറയണ ബില്ലിംഗ് ക്ലർക്ക് അങ്ങനല്ലടാ, വൈൽ their role is often, അതല്ലേ മാഡം, overlooked, owing to it back at nature, billing clerks provide valuable support to clinicians in that way. അതല്ലേ മാഡം? ആ ഓക്കെ, അത് തന്നെ ഞാൻ പറഞ്ഞു. സോറി, പക്ഷെ മാഡം വേറെ ഒരു കാര്യം കൂടെ കിടപ്പുണ്ട് മാഡം, ഇൻഷുറൻസ് ക്ലർക്സ് ഒന്നും കിടപ്പുണ്ട്. ബില്ലിംഗ് ക്ലർക്ക് എന്ന് കിടക്കുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറഞ്ഞത്, പക്ഷെ ഓപ്ഷനിൽ ബില്ലിംഗ് ക്ലർക്ക് എന്നാണ് കണ്ടത്. ഓക്കെ ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് ബില്ലിംഗ് ക്ലർക്ക് പ്രൊവൈഡ്സ്. ഓക്കെ, അതിപ്പോ നിങ്ങളിപ്പോ ക്ലർക്ക് നോക്കുമ്പോ പറയും. ഓക്കെ, സെപ്പറേറ്റ് ചെയ്ത് പറയുന്നുണ്ട് കേട്ടോ, ഞാൻ നോക്കിയില്ല, അതുകൊണ്ടാണ് ബില്ലിംഗ് ക്ലർക്ക് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു അമ്പിളി. ഇവിടെ പറയുന്നുണ്ട്, ഞാൻ വിട്ടുപോയതാണ് ബില്ലിംഗ് ക്ലർക്ക്. അതൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേ. മാഡം നമുക്കേ പക്ഷെ ഒരു കാര്യമുണ്ട് മാഡം ഇതിനകത്ത്, ഈ ബില്ലിംഗ് ക്ലർക്ക് എന്ന് മാത്രമായിട്ടല്ല മാഡം ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്, ഇൻഷുറൻസ് ക്ലർക്ക് എന്ന് എഴുതിയിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് എടുത്ത് എഴുതിയിട്ടുണ്ട്. എവിടെയാണ്, എന്തിനാണ്, നമ്മളുടെ ബുക്കിലാണോ? ഞാൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കില്. ടെക്സ്റ്റ് ബുക്കിലാ? അമ്പിളി ചേച്ചി കണ്ടില്ലായിരുന്നു അത്? സെക്കൻഡ് ലാസ്റ്റ് സെന്റൻസിന്റെ തൊട്ട് മണ്ടയില്. The clerk also offer important insights into hospital. അവിടെ തന്നെ വേണം, ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് ഇൻഷുറൻസ് ഇൻ. Okay, they expect to understand the claim submission and reimbursement of both. Okay, അത് ക്ലർക്ക് എന്നല്ല, ബില്ലിംഗ് ക്ലർക്ക് എന്നാണ്. ബില്ലിംഗ് ക്ലർക്ക് എന്നാക്കിക്കോട്ടോ. ഓ അതെ, ഓക്കെ ഓക്കെ. അവിടെയാണ് ഞാൻ കണ്ടത് ബില്ലിംഗ് ക്ലർക്ക് ഇല്ല എന്ന് ഞാൻ പറഞ്ഞത്, ക്ലർക്ക് മാത്രമേ ഉള്ളൂ, ബില്ലിംഗ് ക്ലർക്ക് ഇല്ല എന്ന് പറഞ്ഞത്. ഓക്കെ, ബില്ലിംഗ് എന്നുള്ള ഒരു പേര് കൂടി ആഡ് ചെയ്തോ, ഫുൾ സെന്റൻസ് ആക്കിക്കോട്ടോ. സെന്റൻസ് ആണല്ലോ ബില്ലിംഗ് എന്നുള്ളത്. അത് ആദ്യം പറയുന്നുണ്ട്, പിന്നെ പറയുന്നില്ല. അപ്പൊ ക്ലർക്ക് എന്ന് പറയുമ്പോൾ ക്യാപ്സ് കൊടുത്തിട്ട് പറയുമ്പോൾ മാത്രം ക്ലർക്ക് എന്ന് മാത്രം പറയുന്നു എന്ന് വിചാരിക്കും. ബില്ലിംഗ് സ്പെഷ്യലിസ്റ്റിനെ ക്ലർക്ക് എന്ന് മാത്രം പറയുന്നു നമ്മള് തെറ്റിദ്ധരിക്കും. അപ്പൊ ഇത് ബില്ലിംഗ് ക്ലർക്ക് എന്ന് കൂടി പറയുന്നു എന്ന് പറഞ്ഞാണ് സിസ്റ്റം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, നമ്മളെല്ലാവരും ഇന്ന് എന്ത് ചെയ്യാൻ പോണേ, 2 ചാപ്റ്റർ നന്നായിട്ട് റീഡ് ചെയ്യും. മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റെഫർ ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ ഇനി എന്ത് ചെയ്യും, ഗൈഡിലെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യും. ഓക്കെ, റെഫർ ചെയ്യൂ കേട്ടോ. ഓക്കെ അല്ലേ? ഗൈഡിലെ ക്വസ്റ്റ്യൻ ഗൈഡ് നോക്കിയിട്ട് നിങ്ങൾ ആൻസർ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം. മാക്സിമം കാണാപ്പാഠം പഠിക്കാതിരിക്കാൻ നോക്കാം. മനസ്സിലാക്കി പോവാണെങ്കിൽ അത് കുറച്ച് ബെനിഫിഷ്യൽ ആയിരിക്കും. ഓക്കെ, കാണാപ്പാഠം പഠിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് കുറച്ച് ദിവസം കഴിയുമ്പോൾ മറന്നു പോകും. നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ വന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കുന്നത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഓക്കെ, നമ്മള് എത്ര ചാപ്റ്റേഴ്സ് ഇപ്പൊ റിവിഷൻ കഴിഞ്ഞു? അല്ല, ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ റിവിഷൻ ചെയ്തു. മെഡിക്കൽ റെക്കോർഡ് കഴിഞ്ഞു. ദെൻ നമ്മുടെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ആൻഡ് ലാസ്റ്റ് കഴിഞ്ഞത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. പിന്നെ ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. ഇനി ഞാൻ മൊഡ്യൂള് 3 എടുത്ത ലാസ്റ്റ് ചാപ്റ്റർ ആണ് പബ്ലിക് റിലേഷൻ ഹോസ്പിറ്റൽ. ഓഡിറ്റ് ഒക്കെ എടുത്തായിരുന്നു മാഡം. ടീച്ചറിന്റെ പോർഷൻ മാത്രമേ ടീച്ചർ ഇപ്പൊ റിവേഴ്സ് ചെയ്യുന്നുള്ളൂ കേട്ടോ. എന്റെ പോർഷൻ ഗൈഡ് നിർബന്ധമാണോ ഗൈഡ് എക്സാമിന്? ഗൈഡ് നിങ്ങൾക്ക് എന്താണോ ഉള്ളത് ഇതിലെ മോക്ക് ടെസ്റ്റ് ചെയ്താൽ മതിയോ? അത് ചെയ്ത് മാത്രം ഇവിടെ നിന്ന് ഗൈഡ് ഇപ്പൊ പറയുന്നുണ്ട്, കമ്പൽസറി ആയിട്ട് ടെസ്റ്റും പറയുന്നുണ്ട്, ഗൈഡും പറയുന്നുണ്ട്. എനിക്ക് ഫുൾ ഡീറ്റെയിൽസ് അറിഞ്ഞൂടെ, ഇവിടെ ഒന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടൊന്ന് ചോദിച്ചു നോക്ക്. ഗൈഡിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കൂടുതൽ റിലേറ്റ് ചെയ്യുന്ന വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു പിള്ളേരൊക്കെ. അന്നത്തെ ഇതില് പറഞ്ഞിരുന്ന അതിലെ മോക്ക് ടെസ്റ്റ് തന്നെ ചെയ്താൽ മതി, എന്നാൽ തന്നെ പാസ് എക്സാമിന് അത് തന്നെയാണ് വരിക എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. അത് ചെയ്ത് നോക്കിയാൽ മതിയോ? രീതിക്ക് എങ്ങനെയാണ് കംഫർട്ടബിൾ ഉള്ള രീതിയിൽ ചെയ്തു. അതിനെക്കാളും ബെറ്റർ ആണോ ഗൈഡ്? ടെസ്റ്റിനേക്കാളും ബെറ്റർ ആണ്. അല്ല, ഇതില് എക്സാമിനെക്കാട്ടും ബെറ്റർ ആണോ ഗൈഡ് പഠിക്കണത്? എക്സാമിന് നല്ലതായിരിക്കും. എനിക്ക് തോന്നുന്നു 75% ഒക്കെ ഗൈഡിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വന്നേന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഉറപ്പൊന്നും അറിഞ്ഞൂടാ. മേഡം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ മേഡം? ഞാനിപ്പോ പറഞ്ഞില്ലേ ക്വസ്റ്റ്യൻസ്,
മേഡം പറഞ്ഞ ചില ക്വസ്റ്റ്യൻസ് ഒന്നും ഈ ഗൈഡിനകത്ത് ഇല്ലാത്ത. ആ അത് മോക്ക് ടെസ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞേ. ഓ ഓക്കെ ഓക്കെ. ഞാൻ ഗൈഡും കൂടെ നോക്കിയാ. ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും, നിങ്ങളത് പഠിക്കണം. ജസ്റ്റ് ഇനി മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റണ്ടേ? അല്ലെങ്കിൽ പുറത്തുനിന്ന് വേറെ ഏതെങ്കിലും ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണ്ടേ? അതുകൊണ്ട് ആണ് ഞാൻ റിവൈസ് ചെയ്യുന്ന രീതിയിൽ നമ്മളുടെ ചാപ്റ്റർ റിവിഷൻ ആണ്. നിങ്ങളത് പഠിച്ചിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഞാൻ തരുന്നത്. ഓ ഓക്കെ മാഡം. ഓക്കെ ഓക്കെ. ഓക്കെ, പബ്ലിക് റിലേഷൻ ആണ് നമ്മുടെ അടുത്ത ചാപ്റ്ററിന്റെ പേര്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ തേഴ്സ്ഡേ വരുമ്പോൾ നിങ്ങൾ പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നന്നായിട്ട് വായിച്ചിട്ട് വേണം വരാൻ. കാരണം എനിക്ക് തോന്നുന്നു ചില ആൾക്കാർക്ക് പബ്ലിക് റിലേഷൻ ടഫായിട്ട് തോന്നാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു പഠിപ്പിച്ചതിൽ എനിക്ക് അത്യാവശ്യം ഇഷ്ടമായ ഒരു ചാപ്റ്റർ ആണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. വേറെ വലുതായിട്ട് തന്നെ വലിയ ടഫോ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ എന്ത് ചെയ്യാം, നന്നായിട്ട് റീഡ് ചെയ്യാം, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ട് വരാം. നമുക്ക് എന്ത് ചെയ്യാം, തേഴ്സ്ഡേ വരുമ്പോ പബ്ലിക് റിലേഷൻ റിവൈസ് ചെയ്യാം. ഓക്കെ ആണോ? എല്ലാവരും ചെയ്യില്ലേ? ഓക്കെ ഓക്കെ മിസ്. അപ്പൊ നമ്മൾ എടുക്കുന്ന ചാപ്റ്ററിലേക്ക് പോവാണ്. ചാപ്റ്ററിന്റെ പേരെന്തായിരുന്നു? ലോണ്ട്രി ആൻഡ് ലിനൻ സർവീസ് അല്ലെ? ലോണ്ട്രി. ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് പ്രോസസ് ആയിരുന്നു അല്ലെ? പ്രോസസിങ് ഓഫ് സോളിഡ് ലിനൻ അവിടെ വരല്ലേ പറഞ്ഞു നിർത്തിയത്. സോ ഇതേപോലെ ഒരു ചാപ്റ്റർ ഒക്കെ കൊടുത്തിട്ട് വേണമെങ്കിലും എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കും. സോർട്ട് ചെയ്തിട്ട് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് പോലെയാണ്. എന്നിട്ട് ആ സ്പേസ് കൊടുത്തിട്ട് നമ്മളോട് അവിടെ എന്ത് ചെയ്യാനായിട്ട് ഫില്ല് ചെയ്യാനായിട്ട് പറയും. സോ അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. നോക്കാം കേട്ടാ. ഇനി കോമൺലി യൂസ്ഡ് എക്യുപ്മെന്റ്സ് ഇൻ ടിപ്പിക്കൽ ലോണ്ട്രി കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സിൽ അത് നോക്കിയില്ലേ? ഏതെല്ലാമായിരുന്നു? വാഷിംഗ് മെഷീൻ, ഹാൻഡ് അയൺ, ഡ്രയർ, ഡിസ്ട്രിബ്യൂഷൻ ട്രോളി, എയർ കംപ്രസർ, സ്വിച്ചിങ് മെഷീൻ എക്സെട്ര ആർ കോമൺലി യൂസ്ഡ് എക്യുപ്മെന്റ്സ് ഇൻ ലോണ്ട്രി. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്തത്, നോക്കിയത് കേട്ടോ. നോക്കാം ഇനി സോയിൽഡ് ഓർ കണ്ടാമിനേറ്റഡ് ലോണ്ട്രി. നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ അല്ലെ എന്താണ്? നമ്മള് CSST പഠിച്ചിട്ടുണ്ടായിരുന്നോ അല്ലേ? സോളിഡ് ഐറ്റംസ് അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരുന്നു. മലിനപ്പെട്ടത് എന്നല്ല അർത്ഥം വന്നത് അവിടെ. ഓക്കെ, അപ്പോ മലിനപ്പെട്ട ലോണ്ട്രി അതിനെയാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ഹോസ്പിറ്റലില് ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിലിപ്പോ കുറച്ച് ചീത്ത അല്ലെങ്കിൽ എന്താ പറയാ 2-3 ദിവസം യൂസ് ചെയ്ത് ലോണ്ട്രി അല്ലെങ്കിൽ ബെഡ്ഷീറ്റിനൊന്നും അത്രയും എന്തുണ്ടാവില്ല, കണ്ടാമിനേറ്റഡ് ആവണമെന്നില്ല. പക്ഷേ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്തിരിക്കുന്നത് കണ്ടാമിനേറ്റഡ് ആയിരിക്കും. കാരണം നമ്മൾ ആ യൂസ് ചെയ്ത പേഷ്യന്റിനെ എന്തെങ്കിലും കണ്ടീജിയസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ആ ബെഡ്ഷീറ്റ് വേറൊരു പേഷ്യന്റിന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഫസ്റ്റ് പേഷ്യന്റിന്റെ അസുഖം തന്നെ രണ്ടാമത്തെ പേഷ്യന്റിൽ വരാനുള്ള ചാൻസ് ഉണ്ട്, അത് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ലോണ്ട്രി ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തില്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അത് കുറച്ചുകൂടി പ്രോപ്പർ ആയിട്ടാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. അതിന് കുറച്ചുകൂടി സേഫ്റ്റി മെഷേഴ്സ് എടുക്കുന്നുണ്ട്. അത് ഹാൻഡിൽ ചെയ്യുന്ന സ്റ്റാഫുകൾ കുറച്ചും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, സേഫ്റ്റി മെഷേഴ്സ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ എന്ത് ചെയ്യുന്നത് മെറ്റീരിയൽസ് ഒക്കെ അവർ ഹാൻഡിൽ ചെയ്യുന്നത്. എന്താണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്? ഇതെന്തൊക്കെയാന്ന് അവർ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. Solid or contaminated laundry handling is very vital for safety and well-being of then നാളെ കിടക്കുന്നത് പേഷ്യൻസ് നാക്കിക്കോട്ടാ. ഇതൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അവിടെ പേഷ്യൻസ് നാക്കാൻ പറ്റുമോ? ബ്ലൂ കളറിൽ എഴുതി മാർക്ക് ചെയ്തത് ആക്കാൻ പറ്റുമോ? പേഷ്യൻസ്. ഓക്കെ, നമ്മള് ഇമ്പോർട്ടന്റ് ആയിട്ട് പേഷ്യൻസ് നമ്മൾ ഈ ലോണ്ട്രി കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സോയിൽഡ് ആയിട്ടുള്ള ലോണ്ട്രി ഹാൻഡിൽ ചെയ്യുമ്പോൾ കുറച്ച് സേഫ്റ്റി വെൽബീയിങ് ആര് ശ്രദ്ധിക്കണം?
പേഷ്യൻസും സ്റ്റാഫും ശ്രദ്ധിക്കണം. കാരണം അതുവഴി നമുക്ക് എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അസുഖങ്ങൾ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മളത് കുറച്ച് ശ്രദ്ധയോട് കൂടി ആയിരിക്കണം ഈ മെറ്റീരിയൽസ് എന്ത് ചെയ്യേണ്ടത്, ഹാൻഡിൽ ചെയ്യുന്നത്. The linen, linen that comes in contact with workers or individual can become contaminated with injurious microorganisms and body fluid. നമ്മളിപ്പോ പറഞ്ഞു contaminated or soiled എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് നമ്മള് ഈ ലിനൻ, ഈ തുണിത്തരങ്ങള് പേഷ്യന്റ് ആയിട്ട് കോണ്ടാക്റ്റിൽ വരണം, അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡിൽ എന്തൊക്കെ വരാം, ബ്ലഡ്, യൂറിൻ, അങ്ങനെ ഏതൊരു ബോഡി ഫ്ലൂയിഡ് ആയിട്ട് വന്നാലും, അതേപോലെ മറ്റേതെങ്കിലും മൈക്രോ ഓർഗാനിസംസ് നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഇൻജൂറിയസ് ആയിട്ട് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസ് ആയിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ലിനനെ നമ്മൾ എന്ത് പറയും, കണ്ടാമിനേറ്റഡ് ലോണ്ടറി ലിനൻ എന്ന് പറയും. അപ്പോ ഇത് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാര്, ക്ലീൻ ചെയ്യുന്ന വ്യക്തികള് എന്ത് ചെയ്യണം, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് മസ്റ്റ് ബി വോൺ വെൻ ഇൻഫെക്റ്റഡ് ഇസ് ഹാൻഡിൽഡ്. നമ്മൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം, PPE യൂസ് ചെയ്യണം, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യണം. ഓൾ ഇൻഫെക്റ്റഡ് ലിനൻ മസ്റ്റ് ബി വാഷ്ഡ്. ഞാൻ ചാപ്റ്റർ എടുത്ത് കഴിഞ്ഞിട്ട് പറയാട്ടോ. ഓക്കെ. Personal protective equipments must be worn when infected is handled. നമ്മൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യണം. ഗ്ലൗസ്, ചിലവർ മാസ്ക്, ഫേസ് ഷീൽഡ്. അതേപോലെ നമ്മൾ എന്തൊക്കെയാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞത്, കുറെ ഐറ്റംസ് പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടോ? പറഞ്ഞോ? ഓർമ്മയില്ല? ജസ്റ്റ് പറഞ്ഞല്ലോ. ഈ ചാപ്റ്റർ തന്നെയല്ലേ? ഗ്ലൗസ് പറഞ്ഞു, പാൻസ്, മാസ്ക്, ഐ പ്രൊട്ടക്ടർ, ഗ്ലാസ് പറഞ്ഞു. പിന്നെ നമ്മള് കഴുത്തിൽ നമ്മളിങ്ങനെ കെട്ടുന്നത്, കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ മെറ്റീരിയൽസ് ഇല്ലേ, അതെല്ലാം യൂസ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മളത് ക്ലീൻ ചെയ്യാൻ. ഓക്കെ, അത് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഓൾ ഇൻഫെക്റ്റഡ് ലിനൻ, ഇനി പറയുന്നത് ഓൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള, ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ലിനൻ മസ്റ്റ് ബി വാഷ്ഡ് സെപ്പറേറ്റ്ലി ടു അതർ ഐറ്റംസ്. മറ്റ് ഐറ്റംസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് വേണം വാഷ് ചെയ്യാൻ. എല്ലാവരും കൂടി ഒരുമിച്ച് വാഷ് ചെയ്ത് അത് സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ നോക്കണം, വാഷ് ചെയ്യാനായിട്ട് നോക്കണം. ഓക്കെ. What are the different types of laundry collected? നമ്മൾ എന്തെല്ലാം ടൈപ്പ് ലോണ്ടറി ആണ് സാധാരണയായിട്ട് കളക്ട് ചെയ്യുന്നത്? ഫസ്റ്റ് യൂസ്ഡ് ലിനൻ ആണ് കേട്ടോ. യൂസ്ഡ് ലിനൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയാ, പ്രത്യക്ഷത്തില് കംപ്ലൈന്റ് ആണെന്ന് നമുക്ക് തോന്നൂല. അത് ശരിക്കും ചിലപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ, ജസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അത് അത്രയും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഇപ്പൊ ബോഡി ഫ്ലൂയിഡോ മറ്റൊന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ലിനനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂസ്ഡ് ലിനൻ എന്ന് പറയുന്നത്. This types of linen has been used in patient care but is not apparently trained. പ്രത്യക്ഷത്തിൽ എന്ത് ചെയ്തിട്ടില്ല, ട്രെയിൻഡ് ആയിട്ടില്ല, കംപ്ലൈന്റ് ഒന്നും ഇല്ല, വേറെ ബോഡി ഫ്ലൂയിഡ് ഒന്നും ഇല്ല അതില് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉള്ള ലിനൻ നമ്മൾ പറയുന്ന പേര് യൂസ്ഡ് ലിനൻ എന്നാണ്. അടുത്ത ലിനനാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, വാഷ് ചെയ്യുന്നതൊക്കെ പറയണത്. സോളിഡ് ലിനൻ എന്ന് വെച്ചാൽ കണ്ടാമിനേറ്റഡ്. This types of linen has been contaminated or tainted as they comes in contact with the patient. ബ്ലഡ് ഒക്കെ ആയിട്ടുള്ള ലിനൻ ഉണ്ടാവും, ബെഡ്ഷീറ്റില് പേഷ്യന്റ് ബ്ലഡ് ആയിട്ടുണ്ടാവും, ഓർ എനി അതർ ബോഡി ഫ്ലൂയിഡ് ഓർ സെക്രീഷൻ ഓർ എക്സ്ക്രീഷൻ, എന്തോ ആവട്ടെ, എന്തൊരു ഐറ്റംസ് ആവട്ടെ, പേഷ്യന്റ് ആയിട്ടുള്ള എന്തൊരു ഐറ്റംസ് ആയിക്കോട്ടെ, അത് ആ ബെഡ്ഷീറ്റിലോ ലിനനിലോ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുന്നത്, സോളിഡ് ലിനൻ എന്നാ പറയുന്നത്. സോ ഇത് കണ്ടാമിനേറ്റഡ് ലിനനാണ്. കുറച്ചും കൂടി സേഫ്റ്റി കൊടുത്ത് നമ്മളത് എന്ത് ചെയ്യണം, അത്ര കെയറോട് കൂടി വേണം നമ്മളത് എന്ത് ചെയ്യാനായിട്ട്, ഹാൻഡിൽ ചെയ്യാനായിട്ട്. ദിസ് ടൈപ്സ് ഓഫ് ലിനൻ ഹാസ് ബീൻ കണ്ടാമിനേറ്റഡ് or tainted as they come in contact with blood, body fluid, secretion or
excretion or other items, മറ്റെന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ആയിട്ടുള്ളതിൽ നിന്ന് നമ്മൾ എന്ത് പറയും? സോളിഡ് എന്ന് പറയും. നമുക്കത് സെപ്പറേറ്റ് ചെയ്ത് വേണം വാഷ് ചെയ്യാൻ. നമ്മള് ഇപ്പൊ കുറച്ച് നേരത്തെ മുമ്പ് പറഞ്ഞോളൂ, ഇൻഫെക്റ്റഡ് അല്ലെങ്കിൽ സോളിഡ് ലിനൻ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യണം. ഓൾ ഇൻഫെക്റ്റഡ് ലിനൻ മസ്റ്റ് വാഷ് സെപ്പറേറ്റ്ലി. ഇനി നെക്സ്റ്റ് ആണ് ഇൻഫെക്റ്റഡ് ലിനൻ. ഇപ്പൊ ജസ്റ്റ് ഇൻഫെക്റ്റഡ് ലിനൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മള് ബെഡ്ഷീറ്റ്, ഈ ലിനൻ യൂസ് ചെയ്തിരിക്കുന്നത് കോവിഡ് ഉണ്ട് എന്ന് സംശയിക്കുന്ന വ്യക്തിയാണ്. കോവിഡ് പോസിറ്റീവ് ആണ് എന്ന് സംശയിക്കുന്ന വ്യക്തി യൂസ് ചെയ്ത ലിനൻ ആണെങ്കിൽ അത് ഇൻഫെക്റ്റഡ് ലിനൻ ആണ്. അതിൽ നിന്ന് നമുക്ക് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് നമ്മൾ ഏത് കാറ്റഗറിയിൽ ഇടും? ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറയും. ദിസ് ടൈപ്സ് ഓഫ് ലിനൻ cannot be used for solid linen. എന്തായിരിക്കില്ല? യൂസ്ഡ് അല്ല, സോളിഡ് അല്ല. But from a patient with a known or suspected infection. ആ വ്യക്തിക്ക് ആ ഒരു ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് ഉറപ്പാണ്. ഓർ സസ്പെക്ട് ചെയ്യാണ്, സംശയിക്കുന്നുണ്ട് ഈ ഒരു അസുഖമായിരിക്കാം എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സംശയിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ലിനനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറയുന്നത്. These types of linen can be used or sold linen, but ഇത് രണ്ടുമല്ല, യൂസ്ഡ് ഓർ സോൾഡ് ലിനൻ അല്ല, ബട്ട് ഫ്രം എ പേഷ്യന്റ് വിത്ത് നോൺ ഓർ സസ്പെക്റ്റഡ് ഇൻഫെക്ഷൻ. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഇൻഫെക്ഷൻ ഉണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സസ്പെക്ട് ചെയ്യുന്നുണ്ട്, സംശയിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഇൻഫെക്ഷൻ ഉണ്ട്. ഇപ്പൊ നമുക്ക് കൊറോണയുടെ സമയത്ത് കൊറോണ ഉള്ള പേഷ്യന്റിന്റെ ലിനനാണെങ്കിൽ അത് ഇൻഫെക്റ്റഡ് ലിനനാണ്. സെപ്പറേറ്റ് ചെയ്തായിരിക്കും നമ്മൾ അവരെ വാഷ് ചെയ്യണത്. സോ അങ്ങനെയുള്ള ലിനനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി തിയേറ്റർ ലിനൻ എന്ന് വെച്ചാൽ നമ്മുടെ സർജിക്കൽ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഹോസ്പിറ്റലില് ഓപ്പറേഷൻ തിയേറ്ററിലോ യൂസ് ചെയ്യുന്ന ലിനനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? തിയേറ്റർ ലിനൻ എന്ന് പറയുന്നത്. തിയേറ്റർ ലിനൻ യൂസ്ഡ് ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ഓർ സർജിക്കൽ പ്രൊസീജിയർ. സർജിക്കൽ പ്രൊസീജിയറിന്റെയോ അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലോ യൂസ് ചെയ്യുന്ന ലിനനെ നമ്മൾ എന്ത് പറയും? തിയേറ്റർ ലിനൻ എന്ന് പറയും. ഇനി should be safe from potentially infection materials as well as good hygienic habit practice. നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞു, എക്സാം ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യും അല്ലെ? എല്ലാവരും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനായിട്ട് വേണ്ടി നമ്മൾ കോഴ്സ് ചെയ്ത്. സോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇപ്പൊ ഇമ്മ്യൂണിറ്റി ഒക്കെ കുറവുള്ള ആൾക്കാരാവട്ടെ ആരാവട്ടെ കുറച്ച് പേഴ്സണൽ ഹൈജീനിക് പ്രാക്ടീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. നമുക്കറിയാം ഹോസ്പിറ്റലിൽ ഇൻഫെക്ഷൻ ഈസിലി സ്പ്രെഡ് ചെയ്യും. ആദ്യം ചിലപ്പോൾ ആരോഗ്യ പ്രവർത്തകർക്കായിരിക്കും സ്പ്രെഡ് ചെയ്യുന്നത്. അത് നമുക്ക് അത്രയും എന്താ പറയാ, ഇപ്പോ മെഡിക്കൽ സ്റ്റാഫ് അല്ലെങ്കിൽ നേഴ്സിനോ ഡോക്ടറോ അത്രയും കോണ്ടാക്ട് പോലും നമുക്ക് എന്തില്ല, പേഷ്യൻസിനോട് ഇല്ല. സോ നമ്മൾ കുറച്ച് പേഴ്സണൽ ഹൈജീനിക് ഹാബിറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പൊ ടോം പറഞ്ഞ പോലെ യൂസിങ് എന്താണ്, മാസ്ക് യൂസ് ചെയ്യാം. നമ്മള് പേഴ്സണൽ ഹൈജീൻ വേറൊരു കാര്യം ചെയ്യുമല്ലോ, നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യും. പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാം, ഹാൻഡ് വാഷ് ചെയ്യാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പൊ നമ്മൾ മുഖേന മറ്റാർക്കും അസുഖം സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം നമ്മുടെ മെറ്റീരിയൽസ്, നമ്മുടെ ഡ്രസ്സ് നമ്മൾ തന്നെ വാഷ് ചെയ്യാം. നല്ല രീതിയിൽ വാഷ് ചെയ്ത് അത് നന്നായിട്ട് ഉണക്കുമ്പോൾ എന്താണ്, ഈ എന്തെങ്കിലും അണുക്കൾ ഉണ്ടെങ്കിൽ അത് നശിച്ചു പോകുള്ളൂ. സോ നമ്മൾ കുറച്ച് സേഫ്റ്റി സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യാം. ഓക്കെ, കുറച്ച് സേഫ്റ്റി നമ്മൾ പ്രിക്കോഷൻസ് എടുക്കുന്നത് നല്ലതായിരിക്കും. നാളെ ഒരു ദിവസം നിങ്ങളും ഇതേപോലെ തന്നെ ഹോസ്പിറ്റലൊക്കെ പോയി വർക്ക് ചെയ്ത് വരുന്നവരാണ്. അവിടെ സേഫ് ആണ്, എന്നാലും നമ്മളൊരു പേഴ്സണൽ ഹൈജീനിക് പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് ഇത് ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യായിരിക്കും. കീപ് ഡിസ്റ്റൻസ്. ഓക്കെ, കീപ് ഡിസ്റ്റൻസ് ബേസിക് മനസ്സിലായില്ല, പേഷ്യൻസിൽ നിന്നാണ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടതോ അറിഞ്ഞോളാം കേട്ടോ. ഓക്കെ, should be safe from potential infection materials as well as for good health hygienic practice. നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ, പ്രത്യേകിച്ച് ലോണ്ടറി റിലേറ്റഡ് ആയിട്ടുള്ള സർവീസിലൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എപ്പോ വേണമെങ്കിലും ഇൻഫെക്ഷൻ മെറ്റീരിയൽസ് ടച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അവരെ ചിലപ്പോൾ ഗ്ലൗസ് ഇട്ടിട്ടാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ അത് വാഷ് ചെയ്ത് ആ ഗ്ലൗസ് എന്ത് ചെയ്യണം, റിമൂവ് ചെയ്ത് ദെൻ വീണ്ടും നമ്മൾ കൈ നല്ല രീതിയിൽ വാഷ് ചെയ്ത് വീണ്ടും നമ്മൾ എന്തെങ്കിലും സാനിറ്റൈസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അണുക്കൾ നഷ്ടപ്പെട്ടു പോകും. നമ്മൾ ഏത് ടൈപ്പ് ലിനനാണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഏത് വസ്തുക്കളാണ് കൈകാര്യം ചെയ്യേണ്ടത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. Should be safe from potentially infection material as well as
For good hygiene practice, you should be always use gloves. Gloves നന്നായിട്ട് യൂസ് ചെയ്യുക. When handling stained and contaminated laundry, and should remove to change to clean gloves before handling clean laundry. ഇനി നമ്മൾ കണ്ടാമിനേറ്റഡോ അല്ലെങ്കിൽ ടെയിൻഡ് ആയിട്ടുള്ള ലോണ്ടറി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പൊ അവിടെ ഉള്ള സ്റ്റാഫ്, ലോണ്ടറി റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും, ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരും ഒരു സാഹചര്യമാണ്. അപ്പൊ അവർ ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ അപ്പൊ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഇടുന്ന ഗ്ലൗസ് റിമൂവ് ചെയ്ത് ഹാൻഡ്സ് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, വാഷ് ചെയ്തിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള ഗ്ലൗസ് ഇട്ടിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ക്ലീൻ ആയിട്ടുള്ള ലോണ്ടറി ഹാൻഡിൽ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രെയിൻഡ് ആയിട്ടുള്ള മലിനപ്പെട്ടിട്ടുള്ള ലോണ്ടറി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, അത് തന്നെ അതേ കൈകൊണ്ട് തന്നെയായിരിക്കും നമ്മൾ ക്ലീൻ ആയിട്ടുള്ള ലോണ്ടറി ഹാൻഡിൽ ചെയ്യുന്നത്. സോ നമ്മുടെ കൈ മുഖേന പോലും എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ കുറച്ച് പ്രിക്വേഷൻസ് എടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, നമ്മൾ സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ കുറച്ച് പ്രിക്വേഷൻസ് എടുക്കണം. ഇഫ് എ പേഴ്സൺ ഹാസ് കണ്ടേജിയസ് ഡിസീസ് ഓർ ഈസ് ഓൺ കോണ്ടാക്ട് പ്രിക്വേഷൻ, ക്ലോത്ത് ഷുഡ് ബി വാഷ്ഡ് സെപ്പറേറ്റ്. നമ്മള് കണ്ടേജിയസ് ഡിസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ആകുന്ന ഡിസീസ്, അനദർ പേഷ്യൻസിന് പകരം കണ്ടേജിയസ് എന്ന് വെച്ചാൽ ഏതായിരിക്കും, കൊറോണ നമുക്ക് എപ്പോഴും പറയാനൊരു എക്സാമ്പിൾ ഉണ്ട്, കോവിഡ്. അങ്ങനെയാണ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് നമ്മൾ ഐസൊലേഷൻ കൊടുത്തത്. അതേപോലെ തന്നെ കൊറോണ ഉള്ള പേഷ്യൻസ് യൂസ് ചെയ്ത ഫുഡ് കഴിച്ച പാത്രവും പ്ലേറ്റ് ഒന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? വേറെ ഏതെങ്കിലും അസുഖം അറിയോ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന? ത്രൂ കോൺട്രാക്ട് ത്രൂ സ്പ്രെഡ് ചെയ്യുന്ന ചിക്കൻ ബോക്സ്. ഓക്കെ, ആ സമയത്ത് നമ്മള് നിപ്പ, ഹെപ്പറ്റൈറ്റിസ് ബി, കൊറോണ, നിപ്പ, ഹെപ്പറ്റൈറ്റിസ് ബി, ഇതെല്ലാം എന്താണ്, ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സ്പ്രെഡ് ആകുന്ന അസുഖങ്ങളാണ്. ഈ സമയത്തൊക്കെ നമ്മൾ മുമ്പ് കൊറോണയ്ക്ക് എടുത്ത പോലെ തന്നെ പ്രിക്വേഷൻസ്, ക്വാറന്റൈൻ എല്ലാം എടുക്കാറുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ള വ്യക്തി യൂസ് ചെയ്ത ഗ്ലാസോ അവർ യൂസ് ചെയ്ത പ്ലേറ്റോ പോലും മറ്റൊരു വ്യക്തി, ഇത് ഇൻഫെക്ഷൻ ഇല്ലാത്തൊരു വ്യക്തി യൂസ് ചെയ്യില്ല, ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനൊരു ഇൻഫെക്ഷൻ സസ്പെൻഡ് ചെയ്യുന്ന വാട്ടർ ബോട്ടിൽ യൂസ് ചെയ്യരുത്. ഓക്കെ, ഇൻഫെക്ഷൻ ഇത് ചെയ്യുന്നുണ്ട് വിചാരിക്കുക, ഉണ്ടെന്ന് വിചാരിക്കുക, അവരുടെയാണ് ക്ലോത്ത് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യാം. If a person has a contagious disease or is on contact precaution, ഇനിയിപ്പോ ക്വാറന്റൈൻ അല്ലെങ്കിൽ കോണ്ടാക്റ്റിൽ വന്നെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കോവിഡിന്റെ സമയത്ത് നമ്മൾ എന്ത് ചെയ്തിരുന്നു, നമ്മളൊക്കെ എന്ത് ചെയ്തായിരുന്നു, ഒരു ലോക്ക്ഡൌൺ അല്ലല്ലോ, ക്വാറന്റൈൻ ഒക്കെ വെച്ചു. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആ ഒരു വ്യക്തിയായിട്ട് കോണ്ടാക്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം നമ്മുടെ ക്ലോത്തുകൾ എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ആയിട്ട് മറ്റുള്ളവരുടെ ക്ലോത്തിനോടൊപ്പം അല്ലെങ്കിൽ ആ ക്ലോത്ത് ഒരുമിച്ച് വാഷ് ചെയ്യാതിരിക്കുക, സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മളിപ്പോ വാഷ് ചെയ്തു എന്ന് വിചാരിക്കും, നമ്മൾ കൈയൊന്നും യൂസ് ചെയ്യാണ്ടാണ് ഇന്ന് വാഷ് ചെയ്യുന്നത്, യൂസിങ് എന്താ വാഷിംഗ് മെഷീൻസ് യൂസ് ചെയ്താണ് വാഷ് ചെയ്യുന്നത്. അപ്പോ നമ്മളത് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ വാഷിംഗ് മെഷീൻ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ഡിസ്ഇൻഫെക്ട് ചെയ്യണം. കുറച്ച് ബേക്കിംഗ് സോഡയും എന്താ പറയാ സോപ്പ് പൊടിയൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. കാരണം വാഷിംഗ് മെഷീനും എന്ത് ചെയ്യാൻ പാടില്ല, ഇൻഫെക്റ്റഡ് ആവാൻ പാടില്ല. കാരണം അത് വീണ്ടും നമ്മളത് വേറെ മറ്റു മെറ്റീരിയൽസ് ഇടുമ്പോൾ അത് ഇൻഫെക്റ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഈ നമ്മുടെ കോണ്ടേജിയസ് ഡിസീസിന്റെ അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ആകുന്ന അസുഖങ്ങള് ഇതാണ്, അവിടെ ജെയിംസ് ഭയങ്കര സ്ട്രോങ് ആണ്. നമുക്കറിയാം എന്താണ്, സാധാരണ നമ്മുടെ ഒരു പരിസ്ഥിതി കാണിച്ചിട്ടില്ലേ, മുമ്പ് നമ്മുടെയൊക്കെ കുറെ നാൾക്ക് മുമ്പ് ഒരു പരസ്യം ഉണ്ടായിരുന്നില്ല, ലൈഫ് ബോർഡ് ഒരു പരസ്യം, ജസ്റ്റ് ഒന്ന് കൈ 10 സെക്കൻഡ്സിൽ ഹാൻഡ് വാഷ് സംഭവിക്കും, അല്ല ഹാൻഡ് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജെംസ് ഒക്കെ നശിച്ചു പോകും എന്നായിരുന്നു ആ പരസ്യം പറഞ്ഞത്. പക്ഷെ വേറൊരു കുട്ടി കുറെ നേരം എടുത്ത് സോപ്പ് ഇട്ട് വാഷ് ചെയ്താണ് ലൈഫ് ബോയ്. ഓക്കെ, പക്ഷേ ശരിക്കും കോവിഡ് വന്ന സമയത്ത് ഡോക്ടേഴ്സ് പറഞ്ഞ എന്താണ്, ഇത്രയും നേരം നമ്മൾ വാഷ് ചെയ്താൽ മാത്രമേ നമ്മുടെ കയ്യിലെ അണുക്കൾ എന്ത് ചെയ്യുള്ളൂ നശിച്ചു പോകുള്ളൂ. സോ അതേപോലെ തന്നെയാണ് ആ ക്ലോത്തിലെ അണുക്കൾ നശിച്ചു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രയും
സാനിറ്റൈസർ ഒക്കെ യൂസ് ചെയ്യും. ഓക്കെ, അത്രയും കൂടുതൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നല്ല രീതിയിൽ വാഷ് ചെയ്യേണ്ടി വരും. വാഷ് ചെയ്യുന്ന വാഷിംഗ് മെഷീനും എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഡിസ്ഇൻഫെക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. If a person has contagious disease or is on contact situation, other clothes should be washed separately. The washing machine must be disinfected after washing. നമ്മൾ വാഷ് ചെയ്തതിനു ശേഷം വാഷിംഗ് മെഷീൻ നല്ല രീതിയിൽ എന്ത് ചെയ്യുക? വാഷ് ചെയ്യേണ്ടതാണ്. അത്രയും പ്രിക്വേഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എടുക്കേണ്ടത്. ഒരു പ്രിക്വേഷണറി സ്റ്റെപ്പ് പോലെ എടുക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഏത് ചാപ്റ്റർ ആണ് റിവൈസ് ചെയ്യാൻ പോകുന്നത്? ഇന്ന് പറഞ്ഞത് റിവൈസ് ചെയ്യും. കാരണം എന്താണ്? ഓർമ്മയുണ്ടാവും. കാരണം ഒരാഴ്ച കഴിഞ്ഞിട്ടൊന്നല്ല കാണുന്നത്. അതുകൊണ്ട് പബ്ലിക് റിലേഷൻ ഇൻ ഹോസ്പിറ്റൽസ് നല്ല രീതിയിൽ റീഡ് ചെയ്യാം. ഞാൻ 2 ടൈംസ് റീഡ് ചെയ്യാം. അതിൽ മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഞാൻ പിടിച്ച ചാപ്റ്റേഴ്സ് ഞാൻ എടുക്കാനായിട്ട് അത്രയും ടൈം കുറച്ചൊക്കെ റിവൈസ് ചെയ്യാൻ വേണ്ടി തന്നെയെന്ന് വെച്ചാല് ഇനി ഞാൻ എടുത്ത ചാപ്റ്റേഴ്സിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലാരിഫൈ ആയിക്കോട്ടെ എന്ന് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും കൂടി റിവൈസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? അപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തേഴ്സ്ഡേ ചോദിക്കണം. ഒരു മടിയും തോന്നണ്ട. റിപ്പീറ്റ് ഞാൻ ക്ലാസ് എടുക്കേണ്ട വന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണത്. നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, ഓക്കെ. ഇനി ആരായിരുന്നു ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ? എക്സാം ഡേറ്റ് വന്നോ? അത് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളോട് ഇൻഫോം ചെയ്യൂട്ടെ. നിങ്ങളോടായിരിക്കും ഫസ്റ്റ് ഇൻഫോം ചെയ്യുന്നത്. എക്സാം മൊഡ്യൂൾ 3യുടെയും 4ന്റെയും മോഡൽ എക്സാം ആണ് വരുന്നത്. നിങ്ങൾക്ക് അറിയാലോ, മൊഡ്യൂൾ 3യുടെയും 4ന്റെയും മോഡൽ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് ഉണ്ടാവില്ല. പിന്നെ വരുന്നത് ഓരോ പേപ്പർ വൈസ് മോഡൽ, ഓരോ മൊഡ്യൂൾ വൈസ് മോഡലും ദെൻ ഓരോ ചാപ്റ്റർ വൈസ് മെയിനാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് ഇവിടുന്ന് വിടും. എക്സാം ഡേറ്റും റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്തായാലും ഇൻഫോം ചെയ്യൂട്ടെ ഇവിടുന്ന്. കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം. വേറെ ഡൗട്ട് ഒന്നും ഇല്ലാലോ നിങ്ങൾക്ക്? ആക്ച്വലി ഞങ്ങൾ PGയിലോട്ട് ട്രാൻസ്ഫർ ആകുമ്പോഴേ ഞങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് ഞങ്ങൾക്ക് തരുമോ മാഡം? അതോ ഡയറക്റ്റ് ഞങ്ങൾ PGയിലോട്ട് അങ്ങ് പോവാണോ? 6th, 5th, 6th, 7th? ഓക്കെ, അപ്പൊ നിങ്ങൾക്കൊന്ന് ചോദിച്ചാൽ മതി. കാരണം എനിക്ക് തോന്നുന്നു റിസൾട്ട് എല്ലാവരും അറിയായിരിക്കും. പിന്നെ PGയിലേക്ക് ആയിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടാനായിട്ട് ലാഗാകും. സർട്ടിഫിക്കറ്റിന് 2000 rupees എക്സ്ട്രാ പേ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു മാഡം. PGയുടെ അല്ല ഡിപ്ലോമയുടെ. ഓക്കെ, അതെനിക്ക് അറിഞ്ഞൂടാ. ഡീറ്റെയിൽസ് ഒന്നും അറിഞ്ഞൂടാ കേട്ടോ. ഓക്കെ, ഫീസിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിനെ കുറിച്ചിട്ടോ ഡീറ്റെയിൽസ് ഒന്നും അറിഞ്ഞൂടാ. അത് ഇവിടുന്ന് ഇൻഫോം ചെയ്യൂ കേട്ടോ. PGയില് അടുത്ത PGയിൽ ഉണ്ടാവില്ല കേട്ടോ. ഈ PGന്ന് മാറിയതല്ലേ? ഓരോ മൊഡ്യൂളിനും ഓരോ എക്സാം ആണ് മാം. ഓരോ മൊഡ്യൂളിനും ഓരോ മോഡൽ എക്സാമും ഓരോ മെയിൻ എക്സാമും ഉണ്ട് കേട്ടോ. നിങ്ങളപ്പോ അത്രയും എക്സാം എഴുതുമ്പോഴേക്കും നിങ്ങൾ ഓൾറെഡി ഓക്കെ ആവും. മെയിൻ എക്സാം എഴുതുമ്പോഴേക്കും നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും എക്സാമുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്, പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, കണ്ടിന്യൂസ് ബേസിലായിരിക്കോ അതോ ബ്രേക്ക് ഉണ്ടാവേ? ഓക്കെ, വേറെ ഡൗട്ട് അല്ല, കണ്ടിന്യൂസ് ആയിട്ടായിരിക്കില്ല, ഗ്യാപ്പ് ഉണ്ടാവും. മാഡം മൊഡ്യൂൾ എക്സാം എന്ന് പറയുമ്പോൾ 3യും 4ഉം കൂടെ ഒരുമിച്ചല്ലേ മാഡം? 3യും 4ന്റെയും മൊഡ്യൂൾ എക്സാം കഴിഞ്ഞിട്ട് ആയിരിക്കും മോഡൽ എക്സാം. മോഡൽ എക്സാം ഓരോ ദിവസം ഓരോന്നോരോ സെപ്പറേറ്റ് ആയിരിക്കത്തില്ലേ? സെപ്പറേറ്റ് ആയിരിക്കും കേട്ടോ. ഓക്കെ മാഡം, താങ്ക് യു. ഇന്ന് അടുത്ത ടോപ്പിക് വേറെ ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഒന്ന് റീഡ് ചെയ്ത് നോക്കാം എല്ലാവരും. ഓക്കെ മാഡം. ഓക്കെ, റീഡ് ചെയ്തു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. താങ്ക് യു. ഇല്ല, റീഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. ഫോർമലി അത് ആ യൂസർ ലിനൻ ഉണ്ടല്ലോ, അത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് എന്താ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോണ്ടറി കളക്റ്റഡ്, അതില് ആ ലിനന്റെ എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ചോദിച്ചായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കറിയാം PPEയുടെ ഫുൾ ഫോം നമ്മള് മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്, അതും ആണ് ആ ഒരു ഏരിയയിൽ ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഏതാണ് മിസ്സേ ഇമ്പോർട്ടന്റ്?
എന്താണ് വേടാ അത് കൊടുത്തോ ഞാൻ എടുത്തു അത് കൊടുത്തു എടുത്ത് മിസ് ഏതാ ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞേ PPE ഇല്ലേടാ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് അതേപോലെ ലിനൻ കളക്ട് ചെയ്തിരിക്കുന്നതിന്റെ പേരുകൾ ഏതൊക്കെ ടൈപ്പ് ലിനൻ ആണ് എന്നുള്ളത് കേട്ടോ. ഏതാ മറ്റേ 4 പോയിന്റ്സ് ആണ് യൂസ്ഡ് ലിനൻ സോളിഡ് ഇൻഫെക്റ്റഡ് അതന്നെടാ. ഓക്കെ വേറെ ഏതാ മിസ് ഇതിനകത്ത് എടാ അത് എവിടെ കിടക്കുവാ അത് വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോണ്ടറി കളക്റ്റഡ് എന്ന് പറഞ്ഞ ഹെഡിങ് ഉണ്ടോ ആ നമ്മളിപ്പം പഠിച്ചോണ്ടിരിക്കുന്നതാണോ അത് തന്നെ ടീച്ചർ അതാ പറഞ്ഞു അതിനകത്ത് യൂസ്ഡ് ലിനൻ സോളിഡ് ലിനൻ രണ്ട് ഇൻഫെക്റ്റഡ് ലിനൻ തിയേറ്റർ ലിനൻ 4 പോയിന്റ് ആ ഓക്കെ ഓക്കെ പിന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊ കാണാലോ. ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിച്ചോ. അതേപോലെ പബ്ലിക് റിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നന്നായിട്ട് റീഡ് ചെയ്യുക. റെക്കോർഡ് ക്ലാസ് കാണുന്നവരും ഈ റിവിഷന്റെ ഒപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക 2 ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു അത്രയും ചാപ്റ്റേഴ്സ് ഒരുമിച്ച് പഠിക്കേണ്ടതായിട്ട് വരില്ല. സോ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. മാക്സിമം ഡെയിലി തന്നെ എന്ത് ചെയ്യുക റിവൈസ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. താങ്ക് യു ഓൾ.